ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ നയന ആദർശിൻ്റെ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ നയന നമ്മുടെ അനന്തപുരി തറവാട്ടിലില്ലാത്തതിൻ്റെ എല്ലാ വിഷമങ്ങളും വൈഷമ്യങ്ങളും ഒക്കെ അവിടെ നടപ്പുണ്ട്. ആർക്കും പണിയെടുക്കാനൊന്നും വയ്യ. ദേവയാനിയുടെയും ജലജയുടെയൊക്കെ നടുവൊടിഞ്ഞു, തലവേദന, ഇങ്ങനെ ഓരോ എക്സ്ക്യൂസുകളാണ്. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നയനയുടെ വീട്ടിലെ അടുത്തൊക്കെ കല്യാണം പറയാൻ പോയി നയനയുടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നപ്പോഴും നയന കൂടെ ഇല്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട് ഈശ്വര ഉണ്ടാകണേന്ന്. അപ്പോൾ പിന്നെ നമ്മുടെ ജലജയും പ്രാർത്ഥിക്കുന്നുണ്ട് വരുന്നതെന്ന്. പക്ഷേ അവർ പരസ്പരം പറയുന്നു അവൾ വരാതിരിക്കുന്നതാണ് നല്ലത്, എന്തിനാ ഏട്ടത്തി ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളുന്നത്, നമുക്കൊന്ന് സ്വന്തമായിട്ട് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളതെന്നൊക്കെ കേൾക്കുമ്പോൾ ദേവയാനി സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പോൾ നമ്മുടെ നയന കൂടെ ഇല്ലതാനും. അങ്ങനെ നയന ഇല്ലാത്തതിൻ്റെ വിഷമം നമ്മുടെ ആദർശിന് നന്നായിട്ടുണ്ട്, ദേവയാനിക്കും ഉണ്ട്. പക്ഷേ രണ്ടുപേർക്കും പരസ്പരം പറയാനും വയ്യ, ഒന്നും ചെയ്യാനും വയ്യ. ആ ഒരു അവസ്ഥയിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ നയനയുടെ വീട്ടിൽ നയന സുഖമായിട്ട് അച്ഛൻ്റെയും അനിയത്തിയുടെ ഒപ്പം വളരെ സന്തോഷമായിട്ടൊക്കെ അവിടെ ജീവിച്ച് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. അനന്തപുരി തറവാട്ടിലാണെങ്കിൽ നമ്മുടെ ആദർശിന് നയനയില്ലാത്തതിൻ്റെ എല്ലാ സങ്കടങ്ങളും ഉണ്ട്. അപ്പോൾ ആദർശിൻ്റെ പ്രതിബിംബം ഉണ്ടല്ലോ, എപ്പോഴും വന്നൊരു പ്രതിരൂപം പറയുമല്ലോ, നീ എന്താടാ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലേ, നിൻ്റെ അമ്മയെ മാത്രം നീ നോക്കിയാൽ മതിയോ, അവൾ ഇത്രയും നിന്നെ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ടല്ലോ, നിൻ്റെ ഒരു കാര്യത്തിൽ പോലും മുടക്കം വരുത്തുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശം, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആദർശിൻ്റേതായ ഒരു പ്രതിരൂപമുണ്ട്. അപ്പോൾ ആദർശിൻ്റെതായ പ്രതിരൂപത്തിൽ ആദർശ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, നിനക്ക് നയനയില്ലാതെ പറ്റുന്നില്ല, അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് അവിടെ തർക്കിക്കുന്നുണ്ട്. അന്നേരം ആദർശ് നമ്മുടെ കിരൺ, മൗനരാഗത്തിലെ കിരൺ പറഞ്ഞ കാര്യങ്ങൾ, ആദർശിൻ്റെ ഫ്രണ്ടാണ്, കിരൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു കിരൺ പറഞ്ഞതൊക്കെ. അപ്പോൾ അതെല്ലാം കേട്ടിട്ട് ആദർശിന് നയന ഒന്ന് വന്നാൽ മതി, നയനെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഈ പ്രതിബിംബം പറഞ്ഞിട്ട് ഇങ്ങനെ മായുമ്പം പറയുന്നുണ്ട്, നീ പോ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് ആദർശ് ഇങ്ങനെ ദേഷ്യത്തിൽ പറയുമ്പോൾ നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നീ ആരോടാ മോനെ സംസാരിക്കുന്നത്, നീ എന്താ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലമ്മേ, ഞാൻ ആരോട് സംസാരിച്ചില്ല, നയന ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് അവളെ ഒന്ന് വഴക്ക് പറഞ്ഞത്. ഓഹോ അതാണോ, എന്തായാലും അവൾ അച്ഛനോടും അമ്മയോടും വരാൻ കൂട്ടാക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്തിനാ അമ്മ വരുന്നത്, അവൾ വരേണ്ട ആവശ്യമില്ല, അമ്മയ്ക്ക് അവൾ വരണമെന്നുണ്ടോ എന്ന് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഉള്ളിലുണ്ട്. പക്ഷേ ദേവയാനി പറയുന്നുണ്ട്, അയ്യോ പറഞ്ഞാൽ ഇനി ശരിയാകത്തില്ല, ഇല്ല മോനെ അമ്മയ്ക്ക് വരണമെന്നൊന്നും ഇല്ല എന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അമ്മ. അപ്പോൾ എന്നിട്ട് നമ്മുടെ ആദർശ് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇവിടെ ജോലി ചെയ്ത് നടുവൊക്കെ ഒടിഞ്ഞോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ക്ഷീണമാണോ, അമ്മയ്ക്ക് ഒട്ടും വയ്യാന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം, അമ്മയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊന്നും സാരമില്ല, അതൊന്നും എൻ്റെ കാര്യമൊന്നും മോനെ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ നയന ഇങ്ങനെ അവിടെ വീട്ടിൽ രാത്രി ഇങ്ങനെ ഇരിക്കുമ്പോൾ, രാത്രി ഇങ്ങനെ ഉറക്കത്തിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ ആദർശ് ഇങ്ങനെ ഉറക്കത്തിലാണ്. അപ്പോൾ ആദർശ് പെട്ടെന്ന് നയനയെ രാത്രി വിളിക്കുന്നുണ്ട്. അപ്പോൾ നയനയാണ് പെട്ടെന്ന് ഇങ്ങനെ ചാടി എഴുന്നേൽക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് വന്നിട്ട് ആദർശേട്ടനൊന്ന് വിളിച്ചാലോ, അല്ലെങ്കിൽ വേണ്ട വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശിൻ്റെ കോള് വരുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, പിന്നെ നീ പിന്നെ ഉറക്കമില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, കുറച്ച് ഗർവ് കൂട്ടിയേ പറയുന്നത്, എന്താ ആരാ മനസ്സിലായില്ല, എന്താ ഈ നേരത്തെന്നൊക്കെ പറയുമ്പോൾ ആദർശേട്ടനായിരുന്നു, എന്തിനാ വിളിച്ചത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ടും പറയണോ ഞാൻ വെറുതെ വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന കാര്യമൊക്കെ പറഞ്ഞു, നീ വന്നില്ലെങ്കിൽ വരണ്ട എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ നയനയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നയന പിന്നെ എന്തായാലും സ്നേഹമുണ്ട്, മനപ്പൊരുത്തമൊന്നും ഇല്ലയെന്ന് പറയുന്നത് വെറുതെയാണ്, ഞങ്ങൾ തമ്മിൽ നല്ല മനപ്പൊരുത്തമാണെന്നൊക്കെ പറഞ്ഞാൽ അവർ കോള് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പിറ്റേ ദിവസം ഈ ആദർശ് രാവിലെ നമ്മുടെ പിന്നെ നയനയെ ഒന്ന് കാണണമെന്ന് വിചാരിച്ച് നയനയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. നയനയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ രാവിലെ അതിരാവിലെ എണീറ്റ് കുളിച്ച് കോലം വരയ്ക്കുകയാണ് വീടിൻ്റെ മുറ്റത്തായിട്ട്. അപ്പോൾ നമ്മുടെ ആദർശിനെ കാണുമ്പോൾ തന്നെ നയന പെട്ടെന്ന് എന്ന് പറഞ്ഞ് വലിയ സന്തോഷത്തിൽ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ കോലം വരയ്ക്കുന്നതിനൊക്കെ മുന്നേ നമ്മുടെ നയന നമ്മുടെ നന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ നന്ദു എന്തോ ഒരു സ്വപ്നലോകത്താണ്. അപ്പോൾ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ ഞാനിവിടെ വന്നിട്ട് പോലും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട് അനിത എന്ന് സേവ് ചെയ്തിട്ടുള്ള നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട്. അപ്പം നന്ദു അത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരാ അനിതയാണോ എന്ന് നമ്മുടെ നയന ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അല്ല അത് എൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിവേകാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പിന്നെ നമ്മുടെ നന്ദു ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്തോ നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ഒരു സൈക്യാട്രിയെ കാണിച്ച് നമുക്ക് കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും അല്ല, ഇങ്ങനെ പോവുകയാണെങ്കിൽ നീ ആകെ ഒരു മാനസിക രോഗത്തിന് അഡിക്റ്റായി പോകും എന്നൊക്കെ നമ്മുടെ നയന സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം നമ്മുടെ നയന എന്നെ പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ആദർശേട്ടൻ വന്ന് വിളിക്കാതെ ഞാൻ പോകുന്നില്ല. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ വരില്ലേ ചേച്ചി, വരില്ല, വന്നാൽ ഭാഗ്യം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നയന പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീയെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ആളിനെ മാത്രമേ കൂടെ പോകാവൂ, കല്യാണം കഴിക്കാവൂ, നമ്മളെയും കൂടി സ്നേഹിക്കുന്ന ആളാകണം, അല്ലെങ്കിൽ പിന്നെ ജീവിതം ഇതുപോലെയൊക്കെ ആകും എന്ന് പറഞ്ഞ് നയന അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പം നന്ദു ഇങ്ങനെ സങ്കടത്തോടെ നയനയെ നോക്കുന്നുമുണ്ട്.
അപ്പോഴാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് വന്ന് നമ്മുടെ കോലം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് എത്തുന്നത്. അപ്പോൾ ആദർശ് വരുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ സ്നേഹം കാണിക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ആദർശ് ഭയങ്കര സ്നേഹത്തിൽ നിന്നിട്ട് പറയുന്നുണ്ട്, നീ പിന്നെ കോലമൊക്കെ വരച്ചിവിടെ നിൽക്കുകയാണല്ലേ, രാവിലെ ആയപ്പോൾ മുത്തശ്ശിക്ക് ഒരു വയ്യായിക പോലെ, അപ്പം ഞാൻ നിൻ്റെ ഒരു അഭാവമാണ് മനസ്സിലാക്കിയത്, അതുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവിന്ദൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, മോനായിരുന്നോ, കയറിയിരിക്കും മോനെ. അയ്യോ കയറിയിരിക്കാനൊന്നും നേരമില്ല അച്ഛാ, എനിക്കിപ്പോൾ പെട്ടെന്ന് പോകണം. അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട്, കയറിയിരിക്കാൻ നേരമില്ലാത്തവർ വേണ്ട, പൊക്കോട്ടെ അച്ഛാ, നമ്മളെന്തിനാണ് നിർബന്ധിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ നയനോട് പറഞ്ഞു, എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ, ഒന്നുമില്ലെങ്കിലും ആദർശം നിൻ്റെ ഭർത്താവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ വീട്ടിൽ എൻ്റെ വീട് വരെ വന്നിട്ട് എൻ്റെ വീട് മറ്റു വീടെന്ന് പറയുമ്പോൾ ഒരേ വീടല്ലേ, അപ്പോൾ പിന്നെ അതിന് എന്തിനാ അച്ഛൻ തർക്കിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നയനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു പ്രശ്നമൊന്നും വേണ്ട, ഞാൻ അകത്തേക്ക് വരാം, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം എന്നൊക്കെ നയനെ വിളിക്കുമ്പോൾ ചെല്ലുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദർശ് മനസ്സിൽ പറയുന്നുണ്ട്, എന്തോ ഒരു ടേസ്റ്റായി ചമ്മന്തിക്ക്, എന്തോ ഒരു ഇവിടെ കൈപ്പുണ്യം ഒരു അപാരമാണ് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോൻ്റെ മുത്തശ്ശിയും വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു, അവർ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. കാര്യമെന്ന് വെച്ചാൽ നയനയുടെ ഭക്ഷണം കുറച്ച് ദിവസമായിട്ട് കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ അവിടെ കഴിക്കുമ്പോൾ വയറിന് ഇപ്പോൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വയറിനൊരു അസ്വസ്ഥത പോലെ എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും നയനയുടെ ഭക്ഷണം കഴിക്കാനാണ് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുള്ളത് എന്നൊക്കെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ അത് നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നയന ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നയന ഫുഡൊക്കെ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഒരു ദോശ കൂടി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല എനിക്ക് ഇത് തന്നെ ഒരുപാടായി, അങ്ങനെയൊന്നുമില്ല, ഒരെണ്ണം കൂടി കഴിക്കുക എന്ന് പറഞ്ഞ് നയന വലിയ സ്നേഹത്തോടെ ആദർശിന് ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദോശയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു കൂടെ ഉണ്ട്. അപ്പോൾ നന്ദുവിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്തോ വിഷമമുള്ളതുപോലെ ഉണ്ടല്ലോ എന്ന് ആദർശ് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഇല്ല നിനക്ക് എന്തോ ഉണ്ട്, എല്ലാവരും പറഞ്ഞതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇനിയിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നന്ദു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. എന്തോ ഇത് ആദർശേട്ടനും അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് നന്ദു ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക്